വേനൽ ഉടലൊടുക്കും നീ മാർഗം ഗതിദൂരെ ദിശ നേരെ നഗരമിതിൽ ജ്ഞാനം ചിന്തി പോലെ Okay. നിന്റെ മുതലാളി എന്തേ? മുതലാളി എവിടെ? വാ സാറേ റെഡിയാണോ? ആ റെഡിയാ സാർ. സാറെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിയേ. ചുടുവേരിൽ പിണയുന്നു മനസ്സേ നനതേടി പല കോണിൽ പടരുന്നു സ്വയമേ അതിവേഗമാഴം കൂടും തീരാച്ചുരം വഴി മുന്നേറവേ വിധിയോടു കാലം തോറും പോരാട്ടമോ വെറുതെ അതിരുകളകലെ അടരുകളകലെ കഥയൊരു വഴി മാറുമോ ഇരവുകളൊടുവിൽ ചെറുപകലുകളൊന്നു പരിചിതമാവുമോ കടലങ്ങോളം ചെന്നാറാ
ഓക്കെയാണ് സാർ. എടുക്കടോ എന്താ വിശേഷം? ലക്ഷ്മിക്ക് അഡ്മിഷൻ കിട്ടി. ആഹാ, അപ്പൊ ഇതിലൊന്നും തീരത്തില്ലേ? ഒന്നുമില്ല സാർ. ശരി സാർ. ഓക്കെ സാർ. സാർ വന്ന ഉടനെ ഞാൻ അറിയിച്ചോളാം സാർ. ശരി സാർ. അത് ഞാൻ ചെക്ക് ചെയ്യും സാർ. ഓക്കെ സാർ. രാവിലെ തന്നെ അറിയുന്നില്ല മോളെ. ഞാൻ വന്നു സാർ. എന്താണ് പ്രശ്നം? സാർ ഈ ബസ് നേരെ മാല പൊട്ടിച്ചിരുന്നു. ആരുടെ? ഈ അമ്മച്ചിയുടെ. ഇവരാന്നാ പറയുന്നത്. താഴെയൊന്നുമില്ല. നിങ്ങൾ മൂന്നുപേരൊക്കെ ഇറങ്ങി പറഞ്ഞു മനസ്സിലായില്ലേ? ഇറങ്ങി അല്ല പിടിച്ച് കേട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ട് സഹായിക്കാൻ വേണ്ടി ചെയ്തല്ലേ. കുരിശായാലും ഇതിപ്പോ നിങ്ങളിവിടെ മാല എടുത്തോ? സാർ ഞങ്ങൾ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ ബസ്സിൽ ഞങ്ങൾ മാത്രമൊന്നല്ലല്ലോ യാത്രക്കാര്. നോക്ക് നിന്റെ വീട് എവിടെ? സാർ എന്റെ വീട് ദേശം പള്ളി എടുത്താ. നേരത്തും കാലത്തും എല്ലാവർക്കും പണിക്ക് പോകണമെങ്കിൽ 5 മിനിറ്റ് സമയം തരും. ആരെങ്കിലും മാല എടുത്തിട്ടുണ്ടെങ്കിൽ ആരും അറിയാതെ നിലത്തേക്ക് ഇട്ടേക്ക്. പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾ വന്നേ വന്നേ വണ്ടിയും ഒതുക്കിയിട്ടു ഒരു ഒറ്റയാളെ പുറത്തേക്ക് ഇട്ടേക്ക്. സാർ ഇപ്പോഴാണെങ്കിൽ ആരും അറിയില്ല. എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തേക്ക്. സാറ് ഞങ്ങൾ എടുത്തിട്ടില്ല. സാറ് ബാഗ് ചെക്ക് ചെയ്തല്ലേ. എന്റെ ഇപ്പൊ എന്തെങ്കിലും കിട്ടിയോ? ഇല്ലല്ലോ. ബസ്സിലും ബാഗിലും ഒന്നുമില്ല സാറേ. ബസ്സില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ട്. സമയത്ത് ജോലിക്ക് കയറിയില്ലെങ്കിൽ ഞങ്ങളുടെ പണി പോകും സാറേ. ബസ് ഇപ്പൊ വരും. പിന്നെ എന്റെ നിൽക്കല്ല. ഇപ്പൊ അങ്ങോട്ട് കൊടുത്താ പ്രശ്നം നടത്തി. എന്ത് കഷ്ടമാണ് സാറേ. എന്റെ ഭർത്താവ് നാട്ടുകാരൊക്കെ അറിഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. സാറേ CSR വരുന്നുണ്ടേ. ഓ സാറേ ദേ ആളെത്തി. സൈലൻസ്. സാറേ ഇവരെ എന്റെ തൊട്ട് പുറകിൽ നിന്നത്. പിന്നെ തൊട്ട് പുറകിൽ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇത് ഞങ്ങളെ തലയിക്കലുണ്ടല്ലോ. സ്വഭാവങ്ങൾ അറിയും. എന്ത് മര്യാദ? ഇപ്പൊ ഞങ്ങൾ വെട്ടില്ലേ? അല്ല പിന്നെ തോന്നിയത് പറഞ്ഞ അതിരുന്നു. എന്താണോ കേസ്? ആ സാറേ ബസ്സിൽ വെച്ച് ഇവരെ ഈ സ്ത്രീയുടെ സാറേ ബസ്സിൽ വെച്ച് ഇവരാണ് എന്റെ മാല മോഷ്ടിച്ചത്. ഇവിടെ വനിതാ പോലീസില്ലേ? സാർ രണ്ടുപേരും കേബിൾ കോഴ്സിന് പോയിരിക്കാം. പിന്നെ ഉള്ള മെറ്റർണിറ്റി ലീവില്ല. മാല എങ്ങനെ എടുത്തോളൂ? സാർ ഈ തളിക്ക് വട്ടാണ്. ഞങ്ങൾ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ സാറിന് വേണമെങ്കിൽ തപ്പി നോക്കിക്കോ. നിന്റെ മറ്റടുത്ത് തപ്പി നോക്കൽ അല്ലടി എന്റെ പണി. സാർ വേണ്ട സാർ. സാർ ഞാൻ ഗർഭിണിയാണ്. അത് കലങ്ങി പോകണേ. അല്ലല്ല സാറേ മാല എന്റെ കയ്യിലുണ്ട്. ഞാൻ തന്നേക്കാം. വേണ്ട സാർ. ഗർഭിണി മറ്റടത്ത ഇവിടെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? നീയൊക്കെ കാക്കിയിട്ടുണ്ട് എന്തിനാ ചെനക്കാൻ നടക്കുന്നത്? സാർ സാറേ മോക്ക് MBBS അഡ്മിഷൻ കിട്ടി. എടുക്ക് സാർ. സാറേ ആ പെണ്ണുങ്ങളുടെ പേരിൽ മോഷണ കേസിന് FIR ഇടട്ടെ? ഈ പ്രായത്തിൽ ആ സ്ത്രീ മാലയ്ക്ക് വേണ്ടി കോടതി കയറി ഇറങ്ങണം. അവരെങ്ങനെ പറഞ്ഞു വിട്ടേക്ക്. സാറേ ചവിട്ടിയതല്ലേ. മെഡിക്കൽ എടുക്കാതെ വിട്ടാ അവരെങ്ങനെ ആശുപത്രി പോയി അഡ്മിറ്റ് ആയാലോ. താൻ ഈ ലഡു വന്നിട്ട് എനിക്കിട്ടുണ്ടാക്കാൻ നോക്കണം. എന്റെ പണി പോകാതെ നോക്കാൻ എനിക്കറിയാം. സാറേ നമ്മുടെ ഒരു സേഫ്റ്റിക്ക്. സോറി സാർ. ആ പറയടോ. സാറേ രാവിലെ ഒരു സ്നാച്ചിങ് കേസ് ഉണ്ടായിരുന്നു. അവള് ഗർഭിണിയാന്ന് പറഞ്ഞപ്പോ അവളുടെ നാഭി നോക്കിയാ പുള്ളി തൊഴിച്ചത്. എങ്ങാനും ഗർഭിണിയായിരുന്നേ
ഞങ്ങളുടെയൊക്കെ പണി പോയാ സാറേ. എന്നിട്ടിപ്പം കേസ് കൊടുക്കണ്ട, മെഡിക്കലും അടിക്കണ്ടെന്നാ പറയുന്നത്. ഞാൻ അവനോട് സംസാരിച്ചോളാം. ശരി സാർ. എന്തു പറ്റി? സസ്പെൻഷൻ കഴിഞ്ഞ് ഹരി ഇന്ന് ജോയിൻ ചെയ്തേ ഉള്ളൂ. അപ്പം തന്നെ അവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹരി എത്തിയായിരുന്നോ? ഞാൻ ജോയിൻ ചെയ്തു. ഈ മോളെ കോളേജിൽ കൊണ്ട് വിട്ടായിരുന്നോ? ഹരി മരുന്ന് കഴിച്ചായിരുന്നോ? മരുന്നൊക്കെ ഞാൻ കഴിച്ചോളാം. ഹരി സമയത്ത് മരുന്ന് കഴിച്ചേക്കണം കേട്ടോ, അത് മറന്നേക്കല്ലേ. നീ ചോദിച്ചോ, എനിക്കൊരു കോള് വരുന്നുണ്ട്. എല്ലാവരും ഫോണിനാവും പറ. സർ, ഇവിടെ ഉള്ളവന്മാരൊക്കെ മിടുക്കന്മാരാണെന്ന് എനിക്കറിയാം. ആ മിടുക്കുമായിട്ട് എന്റെ നെഞ്ചത്തോട്ട് കയറാൻ നിൽക്കണ്ട. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ പറയുന്നതായിട്ട് പണിയെടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഈ മെഡിക്കലും അടിച്ചു പോവാം. പിന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മേളിലോട്ട് വിളിച്ചുണ്ടാക്കുന്നവന്മാർ ആരായാലും അവനൊന്നും മര്യാദയ്ക്ക് സർവീസ് കഴിഞ്ഞ് പോയില്ല. മനസ്സിലായോ? സാർ, ഡെൽറ്റ അദ്ദേഹം കോളിലുണ്ട്. നീ എന്തിനാ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യ്, എന്നാ പിന്നെ എന്റെ കസേരയില് നീ വന്നിരുന്ന് ഉണ്ടാക്കും. എന്താണോ? സാറേ, ഞാൻ ശ്രീറാം ഫിനാൻസിലെ സ്റ്റാഫാണ്. രാവിലെ ഇയാളൊരു മാല പണി വയ്ക്കാൻ വന്നിരുന്നു. അത് മുക്കോണ്ടാണ്. മുക്കോണ്ടൊന്നും അല്ല സാറേ, എന്റെ ഭാര്യയുടെ ഓപ്പറേഷന് വേണ്ടി ഞാൻ രാവിലെ മാല പണയം വെക്കാൻ ചെന്നതാണ് സാറേ. അത് മാറ്റി വെച്ചിട്ട് ഇപ്പൊ വേറൊരു മാലയാണ് എടുത്ത് കാണിക്കുന്നത്. എടോ, അതേപോലത്തെ വേറെ മാല ഉണ്ടാക്കണമെങ്കിൽ തന്റെ മാല ഇതിനു മുമ്പ് ഇവര് കണ്ടിട്ടുണ്ടോ? ഞാനൊരു കള്ളനൊന്നും അല്ല സാറേ, ഒരു ബസ് കണ്ടക്ടറാണ്. എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. സത്യമായിട്ടും സാറേ. എത്ര പേരുണ്ടായിരുന്നു? 2 പവനോളം വരും. താൻ ആ മാല ഏത് കടയിൽ നിന്ന് എന്നാണ് മേടിച്ചെന്ന് ഓർമ്മയുണ്ടോ? അനശ്വര ജുവലറിന്ന് സാർ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ സമ്മാനമായിട്ട് വാങ്ങിച്ചു കൊടുത്തതാണ്. ഓഗസ്റ്റ് 2-ാം തീയതി 2022. ഇയാള് പറഞ്ഞ സത്യമാണെന്ന് ആ ജുവലറി വിളിച്ച് അന്വേഷിക്കുക. ശരി സാർ. സാർ, ഡെൽറ്റ. എന്തായാലും അവനകത്തുണ്ടല്ലോ അല്ലേ? ഇല്ല സാർ, ബസ്സിലെ മാല കേസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു മുക്കുകൊണ്ടം പണയം വെച്ച കേസ് വന്നു. ഞാൻ ചോദിച്ചതാ വേറെ ആരെങ്കിലും പറഞ്ഞോട്ടാ മതി ഒന്ന്. പുള്ളി ഇത് മൈൻഡ് പോലും ചെയ്യാതെ വണ്ടി എടുത്ത് അതിന്റെ പുറകെ പോയിട്ടുണ്ട് സാർ. സാർ, ജെഡി ചാർജ് വിളിച്ചിരുന്നു. 12 പരാതിക്കാരെ സാറിനെ കാണാൻ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അത്യാവശ്യക്കാരാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്തോളൂ. സാർ, ഈ മുറിയിലാണ് സാർ. ഇല്ലമ്മ, ഞാൻ പോകുന്നില്ല. ഞാൻ ടീച്ചറിനോട് പറഞ്ഞു. ഈ മാല മോൾക്ക് അച്ഛൻ വാങ്ങി തന്നാണോ? അതെ സാർ. താൻ ഇയാളെയും കൂട്ടി ചെന്ന പിയറെ കണ്ടിട്ട് കാശിന്റെ കാര്യത്തിൽ കുറച്ച് സാവകാശം കൊടുക്കാൻ ഞാൻ പറഞ്ഞെന്ന് പറ. ശരി സാർ. മോളിക്ക് വന്നേ, ഒരു കാര്യം ചോദിക്കാനുണ്ടോ? ആ മാലയൊന്നും നോക്കുക പോലും ചെയ്യാതെ നിന്റെയാണെന്ന് പറഞ്ഞോണേ. നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ അച്ഛൻ്റെ പേര് കേസെടുക്കേണ്ടി വരും. സാറേ, എൻ്റേത് കളഞ്ഞു പോയതാ. അച്ഛനോട് പറയാൻ പേടിച്ചിട്ട് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയതാ. നീ വീണ്ടും കള്ളം പറയരുത്. ആ മാല പണയം വെക്കാൻ അച്ഛൻ കൊണ്ടുപോകുമ്പോഴേ നിനക്കറിയാം അത് മുക്കവണ്ടവാണെന്നും പിടിച്ചാൽ നിന്റെ അച്ഛൻ പ്രതിയാകുമെന്നും. എന്നിട്ട് നീ അത് കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയതല്ല. സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ ഇതുപോലെ ആയിരിക്കില്ല ഞാൻ ചോദ്യം ചെയ്യുന്നത്. സാർ, എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പിയറോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ. തൽക്കാലം ചേട്ടൻ്റെ പൈസ അടയ്ക്കാം.
ബാക്കി ഡിസ്ചാർജ് സമയത്ത് അടച്ചാൽ മതി. അതിനുശേഷം അവൻ നിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? മോളെ എന്താ മോളെ പ്രശ്നം? ശോഭയുടെ ബൈസ്റ്റാൻഡർ അല്ലേ? CT സ്കാൻ എടുക്കാൻ കൊണ്ടുപോവാ. ചന്ദ്രേട്ടാ എന്തിനാ മോളെ പോലീസ്? ഞാൻ നോക്കട്ടെ. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് നാളെ മകളെയും കൂട്ടി സ്റ്റേഷനിലേക്ക് വരണം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ? കടയിൽ തിരക്കി ഈ മാലയുടെ എക്സാക്ട് തൂക്കം അറിയണം. എന്നിട്ട് ഇത് എവിടെയെങ്കിലും വിൽക്കുകയോ പണയം വയ്ക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് പെട്ടെന്ന് തന്നെ അറിയിക്കണം. മെൽവിൻ ആരാ? യെസ്. എന്താ? ഞങ്ങൾ സ്ക്വാഡിലെ പോലീസുകാരാ. ആലുവ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നില്ലേ ഈ മാലയുടെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്? വിളിച്ചിട്ടുണ്ട് സാർ. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ തന്നെ വാങ്ങിച്ചതല്ലേ? അതെ സാർ. സാർ ചന്ദ്രബാബു എന്ന ആളാണ് വാങ്ങിച്ചത്. ഇതിന്റെ കൃത്യം വെയിറ്റ് എത്രയാണ്? 16 ഗ്രാം 20 മില്ലി. വാങ്ങിയ ഡേറ്റ് ഓഗസ്റ്റ് 2, 2022. എനിക്കതിന് പ്രിന്റ് ഔട്ട് ഒന്ന് വേണം. പോലീസാണ് ഒരു കേസിന്റെ കാര്യത്തിന് വന്ന ഇതേ ഡിസൈനിലുള്ള മാലയുടെ പണയം വെച്ചാൽ പറയണം. തൂക്കം 2 പവൻ വരും. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയേ. ഇല്ല സാർ. പണയം വെക്കാൻ ഇതേപോലെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല ചേട്ടാ ഇതേ ഡിസൈനുള്ള മാലയുടെ ആരും പണയം വെച്ചിട്ടുണ്ടോ? സാറേ റെക്കോർഡ്സിലില്ല. എന്തായി? ഇല്ലില്ല. ആ ഡിസൈൻ വന്നിട്ടുള്ളത് മാത്രം നോക്കിയാൽ മതി. നമ്മുടെ ഇല്ല സാറേ. ശരിയാണ്. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാറില്ല സാറേ. നമ്മളിപ്പോൾ തന്നെ 10-30 സ്ഥാപനത്തിൽ കയറി ഇറങ്ങി. ഇനിയും കയറാനാണ് 10 ബാക്കി. ഇതെടുത്തവൻ ഈ ജില്ലയിൽ തന്നെ പണയം വെക്കുന്നോ വിൽക്കുന്നോ എന്തോ ഉറപ്പ്? ഉരുക്കിയിട്ടുണ്ടെങ്കിലോ? ഹരിസാറിന് എന്തിനൊക്കെ അറിയാൻ പാടില്ല ചേട്ടാ. ഇത് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പോയിന്റ് പുറകെ എല്ലായിടത്തും കയറി ആളത് വീണ്ടും തപ്പും. പിന്നെ നമ്മൾ അന്വേഷിച്ചില്ലെന്ന് അറിഞ്ഞാൽ അത് മതി നമ്മുടെ പണി പോവാൻ. നീ അത് കുടിച്ചിട്ട് വണ്ടി എടുക്കും. സാറേ ഇതാണ് സാറ് പറഞ്ഞ മാല. ഇതിന്റെ കൂടെ വേറെ 2 കൂടെ പണയം വെച്ചിട്ടുണ്ട്. നീ ഹരിസാറിനൊന്ന് വിളിച്ച് പറഞ്ഞേ. ഇത് പണയം വെച്ചാൽ ഡീറ്റെയിൽസ് എനിക്കൊന്ന് വേണം. ഓ അതെ, ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കിട്ടേ. സർ പണയം വെച്ച മാല കിട്ടിയിട്ടുണ്ട് സാർ. സാർ അതിനോട് 2 മാല കൂടി പണയം വെച്ചിട്ടുണ്ട്. ആരാ പണയം വെച്ചത്? സർ ആന്റണി സാറ് നോക്കുന്നുണ്ട്. അഡ്രസ് എടുത്തിട്ട് എന്നെ അപ്ഡേറ്റ് ചെയ്യും. സാറേ അപ്പൊ ഈ മാലയുടെ കാര്യം എങ്ങനെയാ? ഇതൊരു കേസിൽപ്പെട്ട മാലയാ. വിളിക്കുമ്പോൾ താൻ സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും പഠിച്ചു എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോൾ അവള് നീലി എടുത്തോണ്ട് വന്ന. ഇത്തവണ നിങ്ങൾ ആരാന്ന് വെച്ചാൽ അവളെ വിളിച്ച കളർ കോഡൊക്കെ പറഞ്ഞു. ഞാൻ വിളിക്കാം. നമ്മുടെ ഹരി വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ ബൈ. ഡാ ഇന്ന് റിയൂണിയൻ വരില്ലേ? അവിടെ അമ്മൂൺ ട്രീസൊക്കെ വരുന്നതന്നെ നിന്നെ കാണാൻ വേണ്ടിയിട്ടാ. പഴയ ചോക്ലേറ്റ് ഹീറോ അല്ലേ? സാറേ ആ മാല പണയം വെച്ച പെൺകുട്ടി വർക്കുന്ന സ്ഥാപനത്തിൽ എത്തി അന്വേഷിച്ചായിരുന്നേ. അവരിപ്പോൾ ലീവിലാണ് സാർ. ഹിമാചൽ എവിടെ ട്രിപ്പ് പോയേക്കുവാ. ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല സാർ. ഔട്ട് ഓഫ് കവറേജാ. നമ്മൾ അന്വേഷിക്കുന്ന കാര്യം അവളെ അറിയരുത് സാർ. അവളെ മോണിറ്റർ ചെയ്യണം. ശരി സാർ. ശരി. കംപ്ലൈന്റ് അതോറിറ്റിയിൽ SP വന്നിട്ട് അയാൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു. അവിടെ ഇരിക്കുന്ന കൊണാണ്ടർമാർക്കാ കഴപ്പ്. എന്നെ ഡിമോട്ട് ചെയ്തില്ലെങ്കിൽ കേരള പോലീസിന്റെ അച്ചടക്കം പോകുന്ന അവന്മാർ പറയുന്നു. ഹർജി ഞാൻ കൊടുക്കാം. പക്ഷെ എനിക്ക് കേസ് വലിയ പ്രതീക്ഷയില്ല ഹരി. നിനക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്ക്. ഇല്ലെങ്കിൽ വാദിക്കാൻ അറിയാവുന്ന വക്കീലന്മാരെ ഞാൻ വെച്ചോളാം. ഇരിക്കേ ദേ, നിന്റെ ഈ സ്വഭാവം കൊണ്ടാ DYSP ആയിരുന്നു ഇപ്പൊ CI ആയിട്ട് കേസ് കളിച്ചോണ്ടിരിക്കുന്നത്. ഹരി പ്രവീണേ വട സർ 2 മാലയുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് സർ. കണ്ടക്ടർ ചന്ദ്രബാബു പറഞ്ഞ സത്യമാണ്. അയാൾ ആ മാല അനശ്വര ജ്വല്ലറിൽ തന്നെ വാങ്ങിയതാണ്. വാങ്ങിയ ഡേറ്റും നോക്കും ക്രോസ് ചെക്ക് ചെയ്തോ?
ക്രോസ് ചെക്ക് ചെയ്തു. രണ്ടും അയാൾ പറഞ്ഞു തന്നെയാണ്. ബാക്കി 2 മാലകളോ? സാർ അതിൽ ഒരെണ്ണം ഇവിടുന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ജോസഫ് ചെമ്പോല എന്ന് പറഞ്ഞ ഒരാളാണ് വാങ്ങിയിരിക്കുന്നത്. രണ്ടാമത്തെ മാല ഗിരിപ്പേജ് ജ്വല്ലർ എന്നുള്ളതാണ്. അത് ഞങ്ങൾ അവിടെ ചെന്ന് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ചെയ്തോളാം സാർ. ഈ ജോസഫ് ചെമ്പോല ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. പുള്ളി കർണാടക പോലീസിലുണ്ടായിരുന്നപ്പോൾ തൂങ്ങി മരിച്ചാണ് സാർ. ആത്മഹത്യ എന്നാ പറഞ്ഞ സാറേ. ഈ ലോകത്ത് ഒന്നിനെയും പേടിയില്ലാത്ത ആളായിരുന്നു. എത്ര നാളായി? 8 മാസം. ഞാൻ എന്തെങ്കിലും കുടിക്കാടില്ല. വേണ്ട. ഈ മാല ഇവിടുത്തെ ഭീമാ ജ്വല്ലറിയിൽ നിന്ന് ജോസഫ് സാർ വാങ്ങിയതോ? ഇത് മോളുടെ മാലയാ. ഇത് കഴുത്തിന്ന് ആരോ പൊട്ടിച്ചോണ്ട് പോയതാന്നാ പറഞ്ഞേ. അമ്മോ, മോളുടെ ഈ മാല എവിടെ വെച്ചാ പോയത്? ഇത് കോളേജിൽ പോയപ്പോ ബൈക്കുമ്പോ വന്ന് പൊട്ടിച്ചോണ്ട് പോയതാ. പപ്പയും ഞാൻ സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തിരുന്നു. ഏത് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത്? വെസ്റ്റ് സ്റ്റേഷൻ. മോളുടെ പേരെന്താ? ഏഞ്ചൽ.